നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം സംഗതി കൈവിട്ടു പോയി എന്നറിഞ്ഞപ്പോൾ എൻസോ ഫെർണാണ്ടസ് മാപ്പുമായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം മാപ്പ് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത് എന്ന്. കോപ്പ അമേരിക്ക വിജയാഘോഷം അർജന്റീൻ ബസ്സിൽ വെച്ച് അവർ ഫ്രഞ്ച് താരങ്ങളെ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിൽ പാട്ട് പാടുന്നു ആ വിജയാഘോഷത്തിനിടയ്ക്ക്. ഫ്രാൻസുമായിട്ട് ഒരു ബന്ധവും ഈ കളിക്കില്ല എന്ന് ഓർക്കണം. എന്നിട്ടും വളരെ മോശമായ പാട്ട് അവർ പാടിക്കൊണ്ടിരിക്കുന്നു. വിശദമായിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് എൻസോ ഫെർണാണ്ടസിൻ്റെ ലൈവ് വരുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ലൈവ്. അതിൽ ആ പാട്ട് വരുന്നു. എൻസോ അത് മനസ്സിലാക്കി കട്ട് ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും സംഗതി കൈവിട്ടു പോയി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ എൻസോ ഫെർണാണ്ടസിനെ അദ്ദേഹത്തിൻ്റെ ചെൽസിയിലെ ഫ്രഞ്ച് ടീംമേറ്റ്സ് അൺഫോളോ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നു. അതോടൊപ്പം തന്നെ ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷൻ ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം മാപ്പുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാപ്പിലേക്ക് നമുക്കൊന്ന് പോകാം. എൻസോ ഫെർണാണ്ടസ് ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുന്നു: ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ആ ഒരു വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ദേശീയ ടീമിൻ്റെ സെലിബ്രേഷൻ സമയത്ത് പോസ്റ്റ് ചെയ്തതിൽ ആ പാട്ടിൽ വളരെ ഒഫൻസീവായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ വാക്കുകൾക്ക് ഒരു എക്സ്ക്യൂസും എനിക്ക് പറയാനില്ല. ഞാൻ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കും എതിര് നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാപ്പ് പറയുകയാണ്. ആ ഘട്ടത്തിൽ കോപ്പ അമേരിക്ക ആഘോഷത്തിനിടയ്ക്കുള്ള ആവേശത്തിന് സംഭവിച്ചു പോയതാണത്. ആ വീഡിയോ, ആ മൊമെൻ്റ്, ആ വാക്കുകൾ, ഇതൊന്നും എൻ്റെ വിശ്വാസങ്ങളെ, എൻ്റെ ക്യാരക്ടറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതല്ല. ഐ ആം ട്രൂലി സോറി എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് എൻസോ മാത്രം ചെയ്തൊരു സംഗതിയല്ല. അർജന്റീനയുടെ താരങ്ങളെല്ലാവരും ഇരുന്ന് ബസ്സിൽ ഇങ്ങനെ ചാൻറ്റ് ചെയ്യുകയാണ്. എൻസോ ആ സമയത്ത് ലൈവ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻസോ മാപ്പ് പറഞ്ഞിരിക്കുന്നു. എൻസോക്ക് അത് തെറ്റാണെന്ന് ഇപ്പോൾ അവർക്കൊക്കെ അറിയാം. പക്ഷെ ഇത് പുറത്തേക്ക് വന്നല്ലോ, അബദ്ധത്തിൽ ആ സംഗതി പുറത്തേക്ക് വന്നു. അതിലിപ്പോൾ വലിയ വിവാദമായി. എൻസോ അതിന് മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറേ ആളുകളുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ മതി. എൻസോ തെറ്റാണെന്ന് സംബന്ധിച്ചാലും ന്യായീകരിക്കാൻ ആളുകളുണ്ടാവും. എന്ത് വിജയാഘോഷമാണെങ്കിലും മറ്റൊരു രാജ്യത്തെ താരങ്ങളെ ഒക്കെ ഇത്തരത്തിൽ വംശീയമായി അധിക്ഷേപിക്കുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ് ന്യായീകരിക്കാൻ പറ്റുക? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.